നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത് കുമാർ. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ഈസ്റ്റർ ദിന ആശംസകൾ അറിയിച്ചു കൊള്ളുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പോർക്കിൻ്റെ ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടിപൊളി. അപ്പം നമുക്കത് കാണാം. തയ്യാറാക്കുന്ന വിധം നോക്കാം. ഞാനൊരു ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. 3 പിഞ്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഞാനൊരു 10 പീസ് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഒരു 3 ഇഞ്ചിയുണ്ട്. അത് നല്ലപോലെ സ്ലൈസ് ചെയ്തിട്ട് അതും ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒന്ന് വാടുന്നോളം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലപോലെ ഒന്ന് വാടിക്കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ മണം വേറെ തന്നെയാണ്. ഇത് ഞാൻ വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, ഇത് ചെറുതായിട്ടൊന്ന് വാടിത്തുടങ്ങി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 4 പീസ് പച്ചമുളക് 2ആയിട്ട് മുറിച്ചത്, ഞാനൊരു 4 ചെറുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ നമ്മൾ ഇടുകയാണ്. ഇനി നമ്മളിതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം പോർക്കിന് അത്യാവശ്യം എരിവ് വേണം, അല്ലെങ്കിൽ നെയ്യ് ഉള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പം ചെകിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുരുമുളകിൻ്റെ ഒരംശം നമുക്ക് കൂടുതൽ ചേർക്കണം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ഹെൽത്തിനാണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കാതിരിക്കാനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. 1.25 ടേബിൾ സ്പൂൺ പോർക്കിൻ്റെ മസാലയുണ്ട്. ആ മസാല നമ്മൾ ചേർത്ത് കൊടുത്തു. പോർക്കിൻ്റെ മസാല അല്ലെങ്കിൽ ബീഫിൻ്റെ മസാലയാണെങ്കിലും മതി. സെയിം ഇൻഗ്രീഡിയൻ്റാണ് എല്ലാത്തിനകത്തും വരുന്നത്. പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിവനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം ആ പച്ച മസാലയുടെ കുത്തിൽ പോകുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്. കാരണം ഇത് കണ്ടോ, മൂത്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഇത് തെറിച്ച് പോകുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ നമ്മൾ മസാലകൾ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പോർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ പോർക്ക് എടുത്തിരിക്കുന്നത്, ആ പോർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മസാലയൊന്നും എല്ലാത്തിലൊന്ന് പിടിപ്പിക്കുക.
മസാലയും കാര്യങ്ങളൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതിയാവും. കാരണം ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസിൻ്റെ കൺസപ്ഷനൊക്കെ കൂടിപ്പോവും. അപ്പോൾ അത് വേകാനുള്ള വെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഗ്യാസിൻ്റെ ഉപയോഗം കുറയും. കാരണം ഗ്യാസിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് വറ്റി കഴിയുമ്പോൾ ഇതിന് ഉപ്പ് കറക്റ്റായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വെള്ളം കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചെരുവുകളൊക്കെ മിക്സാക്കി നമ്മൾ വെള്ളം ഒഴിച്ചത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു 20 മിനിറ്റോളം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പോർക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അത് ഞാനത് സ്ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. അതപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. വറ്റിയിട്ടുമുണ്ട് കേട്ടോ, കറക്റ്റ് വെള്ളമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല സീസണിങ് ആണ്, അത് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ജസ്റ്റ് ഫ്ലേവറിന് മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ്. നമ്മളത് സോട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഇടേണ്ട കാര്യമില്ല. നമ്മളത് ഫിനിഷിങ് ടൈമിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തു. നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് കൊടുത്തു. നമുക്ക് 2 മിനിറ്റും കൂടി ഒന്ന് ഇതിനൊന്ന് മൂടി വെച്ച് ആ ഗരം മസാലയുടെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ രീതിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയുടെ പിഞ്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. കുരുമുളക് ഇട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത് എൻ്റെ മൂത്ത മോനാകട്ടോ, UKG പഠിക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്തെ ഇവൻ എപ്പോഴും വന്ന് പറയും, എന്നെ ഒന്ന് കൂട്ടാവോ അച്ഛേ, എന്നെ ഒന്ന് കൂട്ടാവോ ചെയ്യും. അങ്ങനെ ഇന്ന് ഞാനിന്ന് കൂട്ടിയതാണ്. അപ്പം ഈ സ്പോട്ട് കിട്ടാനും കൊണ്ടൊരു വരട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ. ഇങ്ങനെ കാണിക്കുക.